ആ മനുഷ്യൻ ഭാര്യയെ ചുംബിക്കുകയായിരുന്നു. ഒരു ആൾ അതിന്റെ ഫോട്ടോ എടുത്തു. ഡാനി അവരോട് ചിത്രം ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അവർ അത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തു. തന്റെ ഭർത്താവ് അവർക്കൊരു പാഠം പഠിപ്പിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവളുടെ ഭർത്താവ് ഡാനി പട്ടണത്തിലെ എല്ലാവരുടെയും മുന്നിൽ ഒരു ഭീരുവായിരുന്നു. അപമാനിക്കപ്പെട്ടപ്പോഴും അവൻ തിരിച്ചടിച്ചില്ല. അവസാനം അവൻ നിശബ്ദനായി നിന്നു. വിവാഹത്തിനു മുൻപ് തന്റെ ഭർത്താവ് എത്ര നിഷ്കരുണനായിരുന്നു എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അടുത്ത ദിവസം ഡാനി തന്റെ കൊച്ചുമകനെയും കൂട്ടി സൂപ്പർമാർക്കറ്റിൽ പോയി. പക്ഷേ അവൻ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഒരു ഹിറ്റ്മാൻ അവനെ ലക്ഷ്യമിട്ടു. അവൻ ഹിറ്റ്മാനോട് സംസാരിക്കാൻ ശ്രമിച്ചു. ആദ്യം തന്റെ കുട്ടിയെ പോകാൻ അനുവദിക്കണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. ഭാഗ്യവശാൽ ഡാനിയുടെ നീക്കങ്ങൾ അതിശയകരമാം വിധം വേഗത്തിലായിരുന്നു. ഹിറ്റ്മാന് ഒരു പ്രഹരം പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഡാനി തറയിൽ നിന്ന് ഒരു പാക്കറ്റ് ഡിയാപ്പർ ശാന്തനായി എടുത്തു. എല്ലാവരുടെയും അത്ഭുതപ്പെട്ട നോട്ടത്തിൽ അവൻ കടയിൽ നിന്ന് പുറത്തിറങ്ങി. തന്റെ രഹസ്യം പുറത്തായെന്ന് മനസ്സിലാക്കിയ ഡാനി 200 മൈൽ വേഗതയിൽ വീട്ടിലേക്ക് പാഞ്ഞു. അവൻ സാധാരണ പോലെ തിരിച്ചെത്തി. അവൻ പുറത്തിറങ്ങിയപ്പോൾ അയൽവാസികൾ ഞെട്ടിപ്പോയിരുന്നു. ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായ കാര്യം തന്റെ കുടുംബത്തെ മറ്റെവിടെയെങ്കിലും എത്തിക്കുക എന്നതായിരുന്നു. അവൻ കോണിയുടെ അടിയിൽ നിന്ന് ഒരു വലിയ ബാഗ് വലിച്ചെടുത്തു. അതിനുള്ളിൽ നിരവധി കൈത്തോക്കുകളും മറ്റ് രാജ്യങ്ങളിലെ പാസ്പോർട്ടുകളും ഉണ്ടായിരുന്നു. സാധനങ്ങൾ പാക്ക് ചെയ്ത ശേഷം അവൻ തന്റെ 3 മക്കളെയും കൂട്ടി ഭാര്യ ജെസ്സിയെ കണ്ടെത്താൻ പോയി. അവരെ ഒരു ലാസ് വെഗാസ് യാത്രയ്ക്ക് കൊണ്ടുപോകുകയാണെന്ന് അവൻ പറഞ്ഞു. പക്ഷെ അവൻ പാർക്കിംഗ് സ്ഥലത്തിന്റെ പുറത്തു കടക്കുന്നിടത്ത് എത്തിയപ്പോൾ ഹിറ്റ്മാൻമാർ അവനെ നിരീക്ഷിക്കുന്നത് അവൻ കണ്ടു. അപ്പോഴാണ് ഒരു ബസ് കടന്നുപോയത്. കണ്ണിമ ചിമ്മുന്ന വേഗത്തിൽ ഡാനിയുടെ കാർ അപ്രത്യക്ഷമായി. താൻ അവരെ ഒഴിവാക്കിയെന്ന് അവൻ കരുതി. പക്ഷെ അടുത്ത നിമിഷം ഹിറ്റ്മാൻമാരുടെ കാർ അവനെ പിന്തുടർന്നെത്തി. അവന്റെ കാറിൽ ഒരു ട്രാക്കർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് അവനെ ഇത്ര പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ലായിരുന്നു. അങ്ങനെ അവൻ തന്റെ കുടുംബത്തെ താൻ ജോലി ചെയ്യുന്ന കാർ ഡീലർഷിപ്പിലേക്ക് കൊണ്ടുപോയി. ഡാനി കാർ ഉയർത്തി പരിശോധിക്കുന്നതായി നടിച്ചു. ചേസിസിന് താഴെ ഒരു ട്രാക്കർ അവൻ പെട്ടെന്ന് കണ്ടെത്തി. അവൻ അത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് റേസിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു സഹപ്രവർത്തകനെ അവൻ കണ്ടെത്തി. അവൻ രഹസ്യമായി ട്രാക്കർ അവന്റെ കാറിൽ ഒട്ടിച്ചു. ഹിറ്റ്മാൻമാരെ കബളിപ്പിച്ച ശേഷം ഡാനി ലാസ് വേഗസിലേക്ക് പോയി. എന്നാൽ വഴിയിൽ അവനൊരു വലിയ പ്രശ്നം ശ്രദ്ധിച്ചു. ഭാര്യയും കുട്ടികളും അവരുടെ യാത്രയുടെ വിവരങ്ങൾ ഓൺലൈനിൽ പങ്കിട്ടിരുന്നു. ഡാനി അവരുടെ ഫോണുകൾ ശേഖരിക്കാൻ ഒരു ഒഴികഴിവുണ്ടാക്കി. എന്നിട്ട് അവൻ അവ ഒരു നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. അവന്റെ ഈ പ്രവൃത്തിയിൽ 3 പേരും അമ്പരന്ന് പോയി. ഫോൺ രഹിത യാത്ര അവരെ കൂടുതൽ അടുപ്പിക്കുമെന്ന് ഡാനി പറഞ്ഞു. അതേസമയം ഹിറ്റ്മാൻമാരുടെ സംഘത്തലവനായ മൈക്ക് ഡാനിയുടെ വീട്ടിലെത്തി. സന്തോഷത്തോടെയുള്ള 5 അംഗ കുടുംബത്തിന്റെ ഫോട്ടോ കണ്ടപ്പോൾ മൈക്കിന് ദേഷ്യം വന്നു. ഡാനിയുടെ കുടുംബത്തെ കണ്ടെത്താൻ അവൻ തന്റെ